الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 22ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, തീർത്ഥാടനം എന്നാണ് ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം. ആളുകളെല്ലാം ഹജ്ജിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അതല്ലെങ്കിൽ നാട്ടിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദുൽഹിജ്ജ മാസത്തിൽ നടക്കുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കർമ്മമാണ് ഹജ്ജ്. അപ്പൊ ആ ഹജ്ജ് എന്ന കർമ്മത്തിന്റെ പേരിലാണ് ഈ 22ാമത്തെ അധ്യായം. ഈ അധ്യായത്തിന് നമുക്കൊക്കെ അറിയാം, ഒന്നില്ലെങ്കിൽ ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിച്ച് മക്കിയ എന്നറിയപ്പെടുന്നു, അതല്ലെങ്കിൽ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച് മദനിയ എന്നറിയപ്പെടുന്നു. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ ഈ അധ്യായത്തിലുണ്ട്, ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകളും ഈ അധ്യായത്തിലുണ്ട് എന്നുള്ളതാണ് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇത് മദനിയയാണെന്നും മക്കിയാണ് എന്നും ഒക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകരും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ നമ്മൾ ഏതൊരു കർമ്മവും ആരംഭിക്കുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാന ഭാഗത്ത് സൂചിപ്പിക്കാനുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത്, തുടക്കം ആഖിറവുമായി ബന്ധപ്പെട്ട്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ശ്രേഷ്ഠ കർമ്മമായ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോ കൂടുതലായി വിശദീകരിക്കാത്തത് വളരെ വിശദമായിട്ട് തന്നെ ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന വിഷയമായ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരാളെ ആക്രമിച്ചാൽ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ആയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൂറത്ത് ഹജ്ജിലെ ഒന്നാമത്തെ ആയത്ത്. ഞാനൊന്ന് ഓതിത്തരാം, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. ഈ ആയത്തിന്റെ അർത്ഥമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ, നിങ്ങൾ ഭയപ്പെടുവിൻ, അതല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ, നമ്മുടെ റബ്ബിനെ, നമ്മളെ സൃഷ്ടിച്ചവനെ, നമുക്ക് റിസ്ക് നൽകുന്നവനെ, നമ്മളെ രൂപപ്പെടുത്തിയവനെ, നമ്മളെ നിയന്ത്രിക്കുന്നവനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഇന്ന സൽസലത, തീർച്ചയായിട്ടും ഭൂമിയുടെ പ്രകമ്പനം, ഇന്ന സൽസല, അതിന്റെ കുലുക്കം, അസ്സാഅത്തി, അന്ത്യസമയത്തിന്റെ, അന്ത്യഘട്ടത്തിന്റെ, ഈ ലോകാവസാനം നടക്കുന്നതിന് മുമ്പ്, യൗമൽ ഖിയാമ നടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഭൂമി പ്രകമ്പനം കൊള്ളും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന സൽസല, നിശ്ചയമായിട്ടും പ്രകമ്പനം, അസ്സാഅത്തി, അന്ത്യസമയത്തിന്റെ, ഷൈഉൻ അദീം, അത് വമ്പിച്ച ഒരു കാര്യമാണ്. അപ്പോ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറയുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം? ഈ ഭൂമി പ്രകമ്പനം കൊള്ളാനുള്ളതാണ്, ആകാശം നശിക്കാനുള്ളതാണ്, ഭൂമി നശിക്കാനുള്ളതാണ്, യൗമൽ ഖിയാമ സംഭവിക്കാനുള്ളതാണ്, എല്ലാവരും പരലോകത്ത് വരാനുള്ളവരാണ്. മരിച്ചതിനു ശേഷം നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ടല്ല യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ വിശദീകരണം നമ്മൾ പരിശോധിക്കുമ്പോൾ തഫ്സീർ തൊബരിയിൽ
നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. قال أبو جعفر يقول تعالى ذكره يا أيها الناس احذروا عقاب ربكم بطاعته فأطيعوا ولا تعصوا فإن عقابه لمن عاقبه يوم القيامة شديد. തഫ്സീർ ത്വബരിയിൽ നമുക്ക് കാണാം യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് തുടങ്ങുന്നത്. ഇഹ്ദറു ഇഖാബ റബ്ബിക്കും ബിത്വാഅതിഹി, നിങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഭയപ്പെടുക, സൂക്ഷിക്കുക. എങ്ങനെ? അള്ളാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹ് ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പേടിച്ചു പറഞ്ഞിരിക്കലാണോ? അല്ല. ബിത്വാഅതിഹി, അള്ളാഹുവിനനുസരിക്കുക. അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക, ചെയ്യാൻ പറഞ്ഞത് ജീവിതത്തിൽ കൊണ്ടുവരിക, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഅതിഉ വലാ തഅസൂ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, ഒരിക്കലും നിങ്ങൾ അവനോട് എന്ത് ചെയ്യരുത്, അനുസരണക്കേട് കാണിക്കരുത്, ഒരു ലംഘനം, അല്ലെ, അള്ളാഹു പറഞ്ഞതിനെതിരെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഫഇന്ന ഇഖാബഹു, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ എന്നുള്ളത് ലിമൻ അഅഖബഹു യൗമൽ ഖിയാമത്തി ശദീദ്, ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ലഭിക്കുന്നത് അതികഠിനമായ ശിക്ഷയായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്നവന് ലഭിക്കുക. അല്ലെ, സുഖിപ്പിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ തഫ്സീറുകളിൽ ഉലമാക്കൾ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വൽ അർദു മിൻഹു അന്നഹു ദല്ല അലാ അന്ന ഹാദിഹി സൽസലത والأرض منه أنه دل على أن هذه زلزلة كائنة قبل يوم الساعة وأضيفت إلى ساعة لقربها منها كما يقول أشراط الساعة ونحو ذلك والله أعلم. والغرض منه ഇതിന്റെ ഉദ്ദേശം أنه دل على أن هذه زلزلة كائنة قبل يوم الساعة, ഭൂമി പ്രകമ്പനം കൊള്ളും എന്ന് പറഞ്ഞല്ലോ, അത് യൗമൽ ഖിയാമ സംഭവിക്കുന്നതിന് മുമ്പായിട്ടാണ് എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ഭൂമിയൊക്കെ വിറയ്ക്കും, ഭൂമി വിറച്ച് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളൊക്കെ ഭൂമി പുറത്തേക്ക് തള്ളും. അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ, അല്ലെ, മനുഷ്യൻ ചോദിക്കുകയാണ് ഈ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി എന്ന് മനുഷ്യൻ ചോദിക്കും, അല്ലെ. അപ്പോ ഈ പ്രകമ്പനം ഒക്കെ നടക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് യൗമൽ ഖിയാമക്ക് മുമ്പായിട്ടാണ് എന്നതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വഉദിഫത് ഇലാ സഅതി ലിഖുർബിഹാ മിൻഹാ, അല്ലെ, ഖിയാമത്തിനോട് പിന്നെ ചേർത്തി പറഞ്ഞത് അതിന്റെ അടുത്ത് തന്നെ അത് സംഭവിക്കും. യൗമുൽ ഖിയാമ സംഭവിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് തന്നെ, യൗമുൽ ഖിയാമയോട് അടുത്തായിട്ട് തന്നെയായിരിക്കും ആ പ്രകമ്പനം. കമാ യുഖാൽ അശ്റാത്തു സഅ, അല്ലെ, പിന്നെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ, ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ, വനഹു ദാലിക, അതുപോലെ മറ്റു ഉദാഹരണങ്ങളും. വല്ലാഹു അലം, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ലോകാവസാനം സംഭവിക്കുന്നതിന്റെ മുമ്പായിട്ട്, യൗമൽ ഖിയാമക്ക് മുമ്പായിട്ട് ഒരു പ്രകമ്പനം വരാനുണ്ട് എന്ന വിവരം കൂടെ എന്ത് ചെയ്യുന്നു, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ തഫ്സീറുകളിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ഒരു ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. സാധിക്കുമെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഹദീസാണ്. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഹദസന മുഹമ്മദ് ഇബ്നു സലാം قال أخبرنا عبد الوهاب ثقفي عن أيوب عن أبي قلابة عن أبي الأشعري عن شداد بن أوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إنما بعثت لأتمم مكارم الأخلاق. തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത്, അയച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തമ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇന്നമാ ബുഇസ്തു, തീർച്ചയായിട്ടും ഞാൻ അയക്കപ്പെട്ടു, ലി ഉതമ്മിമ, പൂർത്തിയാക്കാൻ, മകാരിമൽ അഖ്ലാഖ്, ഉന്നത സ്വഭാവ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് എന്നുള്ളത് ബുഖാരിയും അഹ്മദും ഒക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിലെ പാഠം.
നമ്മുടെ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നമസ്കാരത്തോടൊപ്പം നമ്മുടെ നോമ്പിനോടൊപ്പം അതുപോലെയുള്ള ഇബാദത്തുകളുടെ കൂടെ തന്നെ നല്ല സ്വഭാവമുള്ള ആളുകളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ഒന്നാമത്തെ സഫിലിരിക്കുന്ന ആളുകൾ, പക്ഷെ അവരുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ സ്വഭാവം മോശമായ സ്വഭാവമാണ്. അതുണ്ടാകരുത്. നല്ല മെച്ചപ്പെട്ട സ്വഭാവത്തിലേക്ക് ഇബാദത്തുകൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ നല്ലവരാക്കാൻ, നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ, നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ, അതിലൂടെ നല്ലൊരു കുടുംബത്തെ കൊണ്ടുവരാൻ, അതിലൂടെ ഒരു നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആര് നിയോഗിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധരാകണം എപ്പോഴും. ക്ഷമയുള്ള, അല്ലെ, അക്ഷമനാകരുത്. അതുപോലെ തന്നെ നമ്മൾ ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, കരുണയുള്ള, വിനയമുള്ള ആളുകളായിട്ട് എല്ലാവരോടും ഈ രൂപത്തിൽ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇബാദത്ത് പൂർത്തിയാകുന്നില്ല എന്ന്. നമ്മുടെ ഇബാദത്ത് അത് പൂർത്തിയാകണമെങ്കിൽ, അത് പരലോകത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്വഭാവത്തിന്റെ ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് പഠിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി റബ്ബിന തവക്കൽന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചെല്ലാറുണ്ട്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് പ്രാർത്ഥനയും എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചൊല്ലാം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ചൊല്ലാം. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ഒന്നാമത്തെ പ്രാർത്ഥന എന്തുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലാം എന്ന് പറയാനുള്ള കാരണം എന്താ? ബിസ്മില്ലാഹി വലജന, അല്ലാഹുവേ ഞങ്ങള് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ബിസ്മില്ലാ വലജന, ഞങ്ങളുടെ പ്രവേശനം നിന്റെ നാമത്തിലാണ്. വബിസ്മില്ലാഹി ഖറജന, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതും നിന്റെ നാമത്തിലാണ്. വഅലല്ലാഹി റബ്ബിന തവക്കൽന, എല്ലാം അല്ലാഹുവേ നിന്നെ ഞങ്ങൾ വരമേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് ചൊല്ലാം എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രാർത്ഥന ഇത് നമ്മൾ എപ്പോഴും ചൊല്ലാറുണ്ട്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കുള്ള നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഏതൊരു വഴിക്ക് പുറപ്പെടുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലിനെ നമ്മൾ എന്ത് ചെയ്യുക? മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട്. നമ്മളൊക്കെ ദുർബലരാണ്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ, അള്ളാഹുവിന്റെ ആശ്രയമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. അള്ളാന്റെ കാവല് കിട്ടിയാൽ പിന്നെ നമുക്ക് എന്തിനെ പേടിക്കണ്ട്? ആരെ പേടിക്കണ്ട്? ഒന്നിനും പേടിക്കേണ്ടതില്ല. അപ്പൊ ഏത് സമയത്തും അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ ബിസ്മില്ലാ, ഏതൊരു നല്ല കാര്യത്തിനും നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ, എല്ലാം അള്ളാഹു നൽകിയതാണ്, അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തേട്ടമാണ്. അള്ളാഹ് ബർക്കത്ത് തരണേ, ഒരു ഉരുള വായിലേക്ക് ഭക്ഷണം വെക്കുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവേ ഇതിന്റെ ബർക്കത്ത് നീ നൽകണേ എന്നുള്ളതാണ്. ഈ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അപ്പൊ സൂറത്ത് ഹജ്ജിലെ ഒന്നാമത്തെ ആയത്ത് പഠിച്ചു, ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു, ഒരു ഹദീസ് നമ്മൾ പഠിച്ചു. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.